സ്വന്തം മുഖത്തെ വർഗീയ അഴുക്കിനെ കാണാൻ മുസ്ലിം ലീഗിന് ഒരുപക്ഷെ കണ്ണാടി നോക്കേണ്ടതായിട്ട് വരും. പക്ഷേ ധൈര്യസമേതം മുസ്ലിം ലീഗിൻ്റെ മുഖത്ത് നോക്കുന്ന പൊതുജനത്തിന് ആ വർഗീയ അഴുക്കിനെ വളരെ പെട്ടെന്ന് കാണാൻ കഴിയും. എന്നാൽ തല കുമ്പിട്ട് ഓച്ചാനിച്ച് മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന കോൺഗ്രസിനും മറ്റു മാധ്യമ പ്രവർത്തകർക്കും തല ഉയർത്തി മുസ്ലിം ലീഗിൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് വരേക്കും ആ വർഗീയ അഴുക്കിനെ കാണാൻ കഴിഞ്ഞൊന്നുമില്ല. നിരീക്ഷകർ കരുതുന്നത് പോലെ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണം മുസ്ലിം തീവ്രവാദികളുടെ കയ്യിലാണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കേണ്ടത് എന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം, അതായത് ഷിയായോ സുന്നിയോ മുജാഹിദോ ജമായത്തോ ഏതാണോ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കേണ്ടത് എന്നതിനെ ചൊല്ലിയുള്ള ഒരു കലഹവും ഒരു വടംവലിയും മുസ്ലിം ലീഗിനകത്ത് നടക്കാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ട് കോൺഗ്രസിനകത്ത് നടന്ന വടംവലിയിൽ മുഖ്യമന്ത്രി പദത്തിൻ്റെ ചിറക് നഷ്ടപ്പെട്ടു എങ്കിൽ ഇനി നഷ്ടപ്പെടാൻ പോകുന്നത് മറ്റ് അവയവങ്ങളായിരിക്കും ലീഗിൻ്റെ വടംവലിയിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകരിച്ച രംഗത്തേക്ക് ക്ഷണിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള പ്രസ്ഥാനമല്ല, അത് ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ്. ശ്രദ്ധിക്കണം, അവർ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളുടെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുക, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ അവരോട് സംസാരിക്കരുത്. 1. 2, നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഞങ്ങളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം. 3, അഥവാ നിങ്ങൾക്ക് അവർക്ക് ഭരണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം കിട്ടണം. ഇതായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടാക്കാനുള്ള കാരണം. അതിനു വേണ്ടിയാണ് അവർ പിന്നീട് പ്രവർത്തിച്ചത്.